Hi dear students, we were discussing the laminas with variable density. So the formula to find the mass of a lamina which covered by the region R is equal to double integral over R rho xy dA, where rho is the density of the lamina, and center of mass is given by x bar equal to my by m and y bar equal to mx by m, my equal to double integral over R x into rho xy dA, mx is equal to double integral over R y rho dA. Okay, in the last video we discussed a problem to find out the center of mass of a lamina. Now, today we are discussing a problem. Find the moment of inertia about the x-axis of the lamina that has the shape of the region bounded by the graphs of y equal to x square and y equal to root x, and having density rho xy is equal to x square. So, in this problem, we have to find out the center of mass of a part of a lamina which has this shape of the region bounded by the graphs y equal to x square and y equal to root x. Y equal to root x means x equal to y square. So, here the region R is bounded by the two parabolas y equal to x square and y equal to root x. Y equal to root x means x equal to y square. അപ്പോൾ ഈ രണ്ട് പരാബോളയുടെ ഇടയിലുള്ള ഈ R എന്നുള്ള ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആണ് ലാമിനയുടെ ഷേപ്പ് വരുന്നത്. ഈ ഒരു ഷേപ്പിൽ വരുന്ന ലാമിനയുടെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുള്ളത് ബൈ ദി ഫംഗ്ഷൻ റോ y equal to x square എന്നുള്ള ഫംഗ്ഷന്റെ ഇതിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ലാമിനയുടെ സെന്റർ ഓഫ് മാസ് കാണാൻ വേണ്ടിയിട്ടാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദി എക്സ് ആക്സിസ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദി എക്സ് ആക്സിസ് ആണ് നമുക്ക് കാണുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് ix is equal to double integral over r y square into rho xy dA, and moment of inertia about y axis is equal to double integral over r x square rho dA എന്നുള്ളതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു റീജിയൻ ഒന്ന് സ്കെച്ച് ചെയ്യാം. റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്കൊന്ന് സ്കെച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് the region bounded by the graphs of y equal to x square and y equal to root x. y equal to x square എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫാണ്. y equal to x square എന്നുള്ള ഗ്രാഫ് ഇതാണ്. ഈ ഒരു ഗ്രാഫാണ് നമ്മളുടെ ഈ ഗ്രാഫാണ് y equal to root x എന്നുള്ള ഗ്രാഫ്. y equal to root x. ഓക്കെ, y equal to root x എന്നുള്ള ഗ്രാഫ്. അപ്പം ഈ രണ്ട് ഗ്രാഫിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. അവിടെ നമ്മൾ r എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലിമിറ്റ് വേണം. ഡബിൾ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വെർട്ടിക്കൽ ലൈൻ L എന്നുള്ളത് ഇവിടെ ഈ ഒരു ലൈന് കാണിച്ചിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ലൈൻ L എന്നുള്ള വെർട്ടിക്കൽ ലൈന് നമ്മൾ കൺസിഡർ ചെയ്യാം. ആ വെർട്ടിക്കൽ ലൈന് റീജിയനിൽ എൻട്രി ചെയ്യുന്നത് y equal to x സ്ക്വയറിലും ഈ റീജിയനിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് y equal to root x ലാണ്. Therefore, the limit of integration of y is y equal to x square to y equal to root x. ഇവിടെ അതിൻ്റെ മുമ്പ് let R be the region bounded by y equal to x square and y equal to root x. Then the limit of integration of y is y equal to root x to y equal to x. To cover the entire region, ഈ ഒരു ലൈനെ നമ്മൾ മൂവ് ചെയ്യണം. എൽ എന്നുള്ള ലൈനെ നമ്മൾ ഈ ഒരു y x equal to 0 തൊട്ട് മൂവ് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റ് വരെയാണ്. ഈ പോയിന്റ് എങ്ങനെയാണ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? y equal to x square എന്നുള്ളതും y equal to root x എന്നുള്ളതുമായിട്ടുള്ള ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അതായത് x square equal to root x എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x raised to 4 equal to x എന്നത് കിട്ടും. ഓർ വിച്ച് ഇംപ്ലൈസ് x into which is equal to നമുക്ക് കിട്ടുന്നത്
x raised to 4 minus x equal to 0, or x into x cube minus 1 equal to 0, x equal to 0 or x cube equal to 1. x cube equal to 1 എന്ന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x equal to 1 എന്നുള്ളത് കിട്ടും. ബാക്കിയുള്ള രണ്ട് റൂട്ടുകൾ എക്സ് ക്യൂബ് ഈക്വൽ ടു 1 അല്ലാത്ത ബാക്കി രണ്ട് റൂട്ടുകളും കൂടി ഉണ്ടാവും. ആ രണ്ട് റൂട്ടുകൾ ഇമാജിനറി റൂട്ട് ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിലും വൈ ഈക്വൽ ടു 0യിലുമാണ് ഈ ഒരു എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ, വെൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ വൈ ഈക്വൽ ടു 0 ആണ്. വെൻ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു അഗൈൻ 1. Therefore to cover the entire region, the line L has to move from x equal to 0 to x equal to 1. Therefore the limit of integration of x is x equal to 0 to x equal to 1. Therefore നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ix is equal to double integral over r y square rho xy dA. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ x square to root x y square into rho എന്നുള്ളത് x square dy dx. It's equal to integral 0 to 1 x square into y cube by 3 in x square to root x dx. It's equal to integral 0 to 1 x square into root x whole cube. root x whole cube എന്ന് പറയുന്നത് x raised to 3 by 2 minus x square whole cube, x raised to 6 divided by 3 dx. It's equal to 1 by 3 into integral 0 to 1 x square into x raised to 3 by 2 x raised to 4 x raised to 7 by 2 minus x raised to 8 dx. It's equal to 1 by 3 into x raised to 7 by 2 എന്നുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 7 by 2 plus 1 x raised to 9 by 2 by 9 by 2 minus x raised to 9 by 9 0 to 1. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളതായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 by 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 1 by 9 by 2, അതായത് 2 by 9 മൈനസ് 1 by 9 0 കൊടുക്കുമ്പോൾ 0 ആണ് കിട്ടുന്നത്. സോ ഇറ്റ്സ് ഈക്വൽ ടു 1 by 3 ഇൻറ്റു 1 by 9 is equal to 1 by 27. അപ്പോൾ നമുക്ക് ix is equal to കിട്ടുന്നത് 1 by 27 എന്നതാണ്. നെക്സ്റ്റ് പ്രോബ്ലം, find the moment of inertia about y-axis of the homogeneous circular disk of radius r and mass m. നമുക്ക് we have to find the moment of inertia about y-axis of a thin homogeneous circular disk of radius r and mass m. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ഒരു സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് r and റേഡിയസ് r എന്നുള്ളത് നമുക്ക് ഒന്ന് സ്കെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോമിലാണ് ഹോമോജീനിയസ് ഈ ഒരു സർക്കുലർ ഡിസ്ക് വരുന്നത്, റേഡിയസ് r ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതാണ് നമ്മുടെ റീജിയൻ എന്നുള്ളത്, ഇതിൻ്റെ മാസ് m ആണ് എന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റീജിയൻ്റെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ലൈന് റീജിയനിൽ എൻ്റർ ചെയ്യുന്നത് y = -√r² - x² റീജിയനിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് y = √r² - x² എന്നുള്ളതുകൊണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ ആർ എന്നുള്ള റീജിയന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് y എന്നുള്ളത് മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ടു പ്ലസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ്. ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മൈനസ് ആർ ടു ആർ വരെ വേരി ചെയ്യണം. അതുകൊണ്ട് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ആർ ഈസ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ഈസ് ആർ മൈനസ് ആർ ടു ആർ എന്നുള്ളതാണ് വരുന്നത്. ദി ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ഈസ് ഫ്രം എക്സ് ഈക്വൽ ടു മൈനസ് ആർ ടു എക്സ് ഈക്വൽ ടു ആർ. പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇതിന്റെ മാസ് എം ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഏരിയ വരുന്നത് പൈ ആർ സ്ക്വയർ ആയിരിക്കും. ഈ ഒരു സർക്കിളിന്റെ ഏരിയ വരുന്നത് പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു തിൻ സർക്കുലർ ഡിസ്കിന്റെ മാസ് എം ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ഡെൻസിറ്റി എന്നുള്ളത് വരുന്നത് പൈ ആർ സ്ക്വയർ ഇൻറ്റു റോ ഈക്വൽ ടു എം എന്നാണ്. പൈ ആർ സ്ക്വയർ ഇൻറ്റു റോ ഈക്വൽ ടു എം എന്നുള്ളത് കിട്ടുന്നതുകൊണ്ട് റോ ഈക്വൽ ടു എം ബൈ പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. Therefore, the density rho equal to m by pi r square. Pi r square into rho equal to m കിട്ടുന്നു. അതുകൊണ്ട് rho equal to m by pi r square എന്നുള്ളതാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. നമുക്ക് the moment of inertia about y axis ix is equal to w integral over r x square into rho xy dA limit minus r to r minus r square minus root of r square minus x square to root of r square minus x square into rho യുടെ വാല്യൂ m by pi r square എന്നുള്ളതാണ്. അതിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എം ബൈ പൈ ആർ സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ പുറത്തെടുത്തു. ഇന്റഗ്രൽ മൈനസ് ആർ ടു ആർ ഈ ഒരു ലിമിറ്റ് എടുത്തു, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. എക്സ് സ്ക്വയർ എന്നുള്ളത് എഴുതി. പിന്നെ ഡി വൈനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ കിട്ടി. ലിമിറ്റ് മൈനസ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ടൈംസ് ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും മൈനസ് മൈനസ് എന്നുള്ളതാണ് വരുന്നത്. അതിനെ നമ്മൾ 2 ടൈംസ് നൽകി 2m ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ആർ ടു ആർ എക്സ് സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ള ഫോമിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യും. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റഗ്രൽ മൈനസ് ആർ ടു ആർ എന്നുള്ള ഫോമിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ളത് നമുക്ക് ഇവിടെ വൈ വരാത്തതുകൊണ്ട് വേണ്ട. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നുള്ള ഫോമിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളത്, കോസ് തീറ്റ അല്ല. അപ്പൊ ഡി എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിൽ വന്നു. അപ്പൊ ഈ ഒരു ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ആർ കോസ് തീറ്റ ഡി തീറ്റ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആർ റൈസ് ടു 4 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിൽ വന്നു. സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ എന്നുള്ളതിനെ 2 into sin theta cos theta 1 by 4 into 2 into sin theta cos theta whole square എന്നുള്ള ഫോമിൽ നമ്മൾ ഇതിനെ എഴുതി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് 2 sin theta cos theta whole square എന്ന് എഴുതാം. 2 sin theta cos theta is equal to sin 2 theta. sin 2 theta എന്നെ sin 2 theta whole square എന്നുള്ളത് sin square 2 theta എന്നുള്ള ഫോമിൽ വന്നു. അതിന് നമുക്ക് 1 minus cos 4 theta എന്നുള്ള ഫോമിൽ എഴുതി. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതേ ഫോമിൽ എഴുതുമ്പോൾ എം ആർ സ്ക്വയർ ബൈ 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ള ഒരു ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള ഡെഫിനിഷൻ ആണ്. ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ lamina of mass m and the moment of inertia I about an axis is defined by rg equal to root of I by m. root of moment of inertia divided by the mass എന്നുള്ള ഫോമിലാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ I equal to ഇതിനെ നമുക്ക് റീറേറ്റ് ചെയ്യുമ്പോൾ I equal to m into rg സ്ക്വയർ റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഈ ഒരു പ്രോബ്ലത്തിലുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ളത് വരുന്നത് ആർ ജി ഈക്വൽ ടു ഇവിടെ ഐ വൈ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എം ആർ സ്ക്വയർ ബൈ 4 എന്നുള്ളതാണ്. ഡിവൈഡ് ബൈ എം എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ ആർ ബൈ 2 എന്നുള്ളതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതിലുള്ള എക്സസൈസ് പ്രോബ്ലംസ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.